ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ നാടൻ രസം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ആ മല്ലിയില, ഉണക്കമുളക്, കറിവേപ്പില, തക്കാളി. ഇനി ഇതെല്ലാം ഓരോന്നായി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആദ്യം ചൂടായ എണ്ണയിലേക്ക് വറ്റൽമുളകും ചെറിയ ഉള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വെന്ത് ഉടയുന്നത് വരെ വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. അങ്ങനെ മസാലയ്ക്ക് ഇട്ട് കൊടുത്താൽ നല്ല പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വാളംപുളി വെള്ളം പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പുളി പിഴിഞ്ഞൊഴിച്ചതും ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് വെട്ടി തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാടൻ രസം അങ്ങനെ തയ്യാറായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.